കളിക്കാട് ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാർഡുതല വയോജന സംഗമം പരിപാടികൾ നടത്തി. അതിന്റെ ഭാഗമായി മഞ്ചാടിമൂട് വാർഡിന്റെ വയോജന സംഗമം സാബല്യം 2025 16-ാം തീയതി ഞായറാഴ്ച മൈലക്കര UPS വെച്ച് നടന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സാനുമതി അവർകൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീ വിജയൻ അവർകൾ സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പന്ത ശ്രീകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു വി രാജേഷ്, CDPO സിന്ധു സി, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ ശശികുമാർ എന്നിവർ ആശംസകൾ അറിയിച്ചു. ഈദർ ഇന്ത്യ ഫൗണ്ടർ ശ്രീ ബിന്ദു സൈമൺ വയോജനങ്ങൾക്കും മാനസിക ആരോഗ്യം എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതുപോലുള്ള പ്രോഗ്രാമുകളിൽ നമ്മൾ പങ്കെടുക്കുന്നത്. കാരണം എന്ന് പറയുമ്പോൾ 2020 അധികാരത്തിൽ വന്ന ഈ ഭരണസമിതി ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് നമ്മുടെ 60 വയസ്സിന് മേളിലോട്ടുള്ള വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏകോപിപ്പിക്കുക എന്നത് തന്നെയാണ്. മറ്റൊന്ന് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഇത് രണ്ടിനു വേണ്ടി അവർക്ക് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള ഫണ്ടിനെ നമുക്ക് എങ്ങനെയാണ് അവരുടെ അടുത്തേക്ക് എത്തിക്കുക, അതിനെക്കുറിച്ച് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 5% ഫണ്ട് നമുക്ക് വയോജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. ഞങ്ങളുടെ 2020 ഭരണസമിതി വരുന്നതിന് മുമ്പ് നമ്മുടെ ചെയർമാന്റെ ഭരണസമിതിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 5% ഫണ്ടിനെ എങ്ങനെയാണ് വിനിയോഗിച്ചിരുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വയമേ ഒരു പുനർവിചിന്തനം നടത്തുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ ഈ ഭരണസമിതി വന്നപ്പോൾ 5% ഫണ്ടിനെ എങ്ങനെ ചെലവഴിക്കണമെന്നൊരു ചർച്ച വന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ഭരണസമിതി എടുത്ത തീരുമാനം, നമുക്ക് ഓരോ വാർഡുകളിലും വയോജന സംഗമങ്ങൾ വെച്ചിട്ട് 60 വയസ്സിന് മുകളിലുള്ള അമ്മമാരെയും ഗുരുക്കന്മാരെയും ഒക്കെ ഒന്ന് നേരിട്ട് കണ്ട് അവരുടെ പരാതികളും പ്രശ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരെ കൂടെ ഒരു ദിവസം ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഈ ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൂടെ. അപ്പോൾ എല്ലാവർക്കും അപ്പൊ കുറച്ച് പേര് നമ്മുടെ സ്ഥാനത്ത് ചേർന്നായിട്ട് പറഞ്ഞ് വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കണം. ശരി, വയോജനങ്ങൾക്ക് കട്ടിൽ കൊടുക്കാം. എത്രയാണ്? ഒരു 15 കട്ടിൽ കൊടുക്കണം ഒരു വാർഡിൽ. ശരി, ആയിക്കോട്ടെ, 15 കട്ടിൽ പോയിട്ട് ബാക്കി എത്രയുണ്ട്? ബാക്കി ഇത്രയുണ്ട്. സൂപ്പർവൈസറെ വിളിച്ചു, നമുക്ക് വയോജന സംഗമം ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സൂപ്പർവൈസർ പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടില്ല പ്രസിഡന്റ്, വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ഓരോ വാർഡുകളിലും വയോജന സംഗമങ്ങൾ വെച്ച് 60 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളെ നമുക്ക് കാണാം, അവരെ കൂടെ ഒരു ദിവസം നമുക്ക് ചെലവഴിക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ 2020-21 നിങ്ങൾക്കറിയാം എല്ലാ വാർഡുകളിലും വയോജന സംഗമങ്ങൾ, ഒരു ദിവസത്തെ വയോജന സംഗമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ പല വിധത്തിലുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കാൻ പണ്ട് കാലങ്ങളിൽ